പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന +2 കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ് സ്റ്റഡീസിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്നതാണ്. ആ ചാപ്റ്ററിലെ 2 എപ്പിസോഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. 3ാമത്തെ എപ്പിസോഡാണെന്ന് കൈകാര്യം ചെയ്യും. 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ഇവിടെയായിരിക്കും. ഈ മുഴുവൻ എപ്പിസോഡുകൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്ലാസ് മുഴുവനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ എപ്പിസോഡ് കാണുന്ന ആളുകൾ 1-2 എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ഇവിടെയാണ്. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത് നമ്മൾ ചർച്ച. ഇമ്പോർട്ടൻസ് 5 എണ്ണമായിരുന്നു. മാനേജ്മെന്റ് helps in achieving group goals, management increases efficiency, management creates a dynamic organization, management helps in achieving personal objectives, management helps in the development of society. ഇങ്ങനെ 5 പ്രാധാന്യം, മാനേജ്മെന്റിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മാനേജ്മെന്റിന്റെ നേച്ചർ. എന്താണ് നേച്ചർ എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് സ്വഭാവം. ഇവിടെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, മാനേജ്മെന്റിന്റെ സ്വഭാവവും സവിശേഷതകളുമാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാനേജ്മെന്റിന്റെ നേച്ചറിനെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ചാണ് ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മാനേജ്മെന്റിന്റെ നേച്ചർ എന്ന് പറയുന്നത് 3 വ്യൂ ആണ്. ഒന്ന്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. 2, മാനേജ്മെന്റ് ആസ് എ സയൻസ്. 3, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഇത് ഈസി എന്ന് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 3ഉം ഇപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥ ആർട്ടല്ല, ആർട്ടിനെ പോലെയാണ്. അതുകൊണ്ടാണ് AS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയൻസും പ്രൊഫഷനും കറക്റ്റ് സയൻസ് അല്ല, കറക്റ്റ് പ്രൊഫഷൻ എന്നല്ല. അതുകൊണ്ടാണ് ഈ ആസ് എ സയൻസ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് നേച്ചറിനെ നമ്മൾ 3 ആയിട്ട് വ്യൂ ചെയ്യാണ്. 3 രീതിയിലാണ് കാണുന്നത്. അതിൽ 1ാമത്തത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർട്ടിനെ പോലെയാണ് മാനേജ്മെന്റ്. അപ്പം എന്താണ് ആർട്ട്? ഇപ്പൊ നമുക്കറിയാം, ആർട്ട് മീൻസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് തിയറിറ്റിക്കൽ നോളജ് ആൻഡ് സ്കിൽ. ഇപ്പൊ മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും അതുപോലെ തന്നെ കലാരൂപങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ മ്യൂസിക്, ഡാൻസ്, പിന്നെ മറ്റ് വാദ്യ സംഗീതങ്ങൾ, ഇതെല്ലാം തന്നെ ആർട്ടിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റും എന്തുപോലെയാണ്? ഒരു ആർട്ടിനെ പോലെയാണ് എന്ന് പറയണമെങ്കിൽ ഒരു ആർട്ടിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് ഓഫ് എൻ ആർട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ആർട്ട് ഇതിലുണ്ടാകണം. അതായത് മാനേജ്മെന്റില് ആർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ ഉണ്ടെങ്കിൽ അതിനെ ആർട്ടിനെ പോലെയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ആർട്ടിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? 1, ഒരു ആർട്ടിന് പ്രാക്ടിക്കൽ നോളജ്. പ്രായോഗികമായ അറിവുള്ള വ്യക്തികൾക്ക് മാത്രമേ ആർട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റൂ. ഒരു നന്നായിട്ട് പാട്ട് പാടുന്നു യേശുദാസ് നമുക്ക് എടുക്കാം. യേശുദാസിന് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. തന്റെ സംഗീതത്തില്, പാട്ടില് പ്രാക്ടിക്കൽ നോളജ് നേടിയ വ്യക്തിയാണ് യേശുദാസ്. അതുപോലെ ശോഭന
പ്രശസ്ത ഡാൻസർ സിനിമാ നടിയുമായ ശോഭയെ നമുക്ക് പരിശോധിക്കാം. അവർക്കും ഇതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ടുള്ള അറിവ് അവരുടെ ആ കലയിലുണ്ട്. അതുപോലെ പേഴ്സണൽ സ്കില്ല്, ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അത് ചെയ്യാനായിട്ട് കഴിയും. അത് ചെയ്യുന്ന ആൾക്ക് ഒരു പേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ വ്യക്തിത്വ നൈപുണ്യം ഉണ്ടാകും. വ്യക്തിപരമായ നൈപുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഒരു കലാരൂപം അവതരിപ്പിക്കാനും അതിൽ വിജയിക്കാനും കഴിയുകയുള്ളൂ. അപ്പൊ പേഴ്സണൽ സ്കില്ല് വേണം. മൂന്നാമതായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. ഒരു പാട്ട് നമ്മൾ പാടുന്നു, അല്ലെങ്കിൽ യേശുദാസ് പാടുന്നു, ശോഭ ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ആ ഡാൻസും പാട്ടും ഒക്കെ തന്നെ അതില് ഒരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നു. അവര് ചെയ്യുന്ന ആ പ്രക്രിയയില് ആ ഒരു കലാരൂപത്തില് കൃത്യമായ ഒരു റിസൾട്ട് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിന്റെ ഒരു സവിശേഷതയാണ് റിസൾട്ട് ഓറിയന്റഡ്. നാലാമത്തത് ക്രിയേറ്റിവിറ്റിയാണ്. എന്താണ് ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ക്രിയാപരത. അതായത് ഒരേ പാട്ട് തന്നെ യേശുദാസ് പാടിയാലും ജയചന്ദ്രൻ പാടിയാലും അത് രണ്ട് വ്യത്യസ്തം. അതുപോലെ തന്നെ ഒരേ ഡാൻസ് തന്നെ രണ്ട് വ്യക്തികൾ കളിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനത്തിന്റെ ആ ഒരു ലെവല് വ്യത്യാസമുണ്ട്. കാരണം അതെന്താന്ന് വെച്ചാല് ഒരേ സംഗതിയാണ് ചെയ്യുന്നതെങ്കിലും ഓരോ വ്യക്തിക്കുമുള്ള ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും അവരത് പെർഫോം ചെയ്യുന്നത്. ഇനി പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. എന്താണ് ഈ പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ? ഒരു കലാരൂപത്തെ പെർഫെക്ഷനിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ സാധക ചെയ്യണം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പാട്ടൊക്കെ പാടുന്ന വിദഗ്ധമായ ആളുകൾ, വൈദഗ്ധ്യമുള്ള ആളുകൾ അതിരാവിലെ എണീറ്റ് വെള്ളത്തിൽ നിന്നുകൊണ്ട്, കുളത്തിലൊക്കെ നിന്നുകൊണ്ട്, കഴുത്ത് വരെ വെള്ളം ഉള്ള കുളത്തിൽ നിന്നുകൊണ്ട് അവർ സാധക ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നർത്തകിമാർ, ഡാൻസേഴ്സ്, അവരെന്താ ചെയ്യുന്നത്? അവർ നേരിട്ട് കയറി ഡാൻസ് കളിക്കില്ല. അവർ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവരൊരു പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്. ഒരു ഡാൻസ് പഠിച്ചു തുടങ്ങിയ പാടെ അയാൾ പൊതുവേദിയിൽ കളിക്കുകയാണെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ലല്ലോ. ഒരു പാട്ട് പാടി പഠിച്ച് ഉടൻ തന്നെ അയാൾ ഒരു പാട്ട് പാടുകയാണെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. അപ്പോൾ ആർട്ടിന് ഈ 5 കാര്യങ്ങൾ ഉണ്ടാകണം. 1 പ്രാക്ടിക്കൽ നോളജ്, 2 പേഴ്സണൽ സ്കില്ല്, 3 റിസൾട്ട് ഓറിയന്റഡ്, 4 ക്രിയേറ്റിവിറ്റി, 5 പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്. ഇത് 5 ആർക്കുമുണ്ട്? മാനേജ്മെന്റിനുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് മാനേജ്മെന്റ് പരീക്ഷ വേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യം നിങ്ങൾ പറയുന്നത് ഒരു ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് ഇതിനെ ഒരാർട്ട് പോലെയാണെന്ന് പറയും. പക്ഷെ ഇത് പൂർണ്ണമായും ആർട്ടല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. ഇനി രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു സയൻസ് ആണ് എന്നാണ്. മാനേജ്മെന്റ് ആസ് എ സയൻസ്. ഇപ്പൊ എന്താണ് ഈ സയൻസ് എന്ന് പറയുമ്പോൾ? ശാസ്ത്രമാണ്. സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. Science is a systematized body of knowledge that explains certain general truth or the operation of general law. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. പിന്നെയോ ദാറ്റ് എക്സ്പ്ലെയിൻ, ആ ബോഡി ഓഫ് നോളജിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് certain general truth ലോകത്ത് മൊത്തത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ ദി ഓപ്പറേഷൻ ഓഫ് ജനറൽ ലോ, ഏതെങ്കിലും ഒരു ലോയുടെ ഓപ്പറേഷൻ. ഇത് ഒക്കെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബോഡി ഓഫ് നോളജ് ശാസ്ത്രത്തിലുണ്ടാകും. ഇനി സയൻസ് മീൻസ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് acquired by man through observation and experimentation and which is capable of verification. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഓരോ ശാസ്ത്രീയ തത്വങ്ങളും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 3 കാര്യത്തിലൂടെയാണ്. 1 ഒബ്സർവേഷൻ, കൃത്യമായ നിരീക്ഷണം. 2 എക്സ്പെരിമെന്റേഷൻ, നിരീക്ഷണം നടത്തിയതിനു ശേഷം പരീക്ഷണം നടത്തുന്നു, എക്സ്പെരിമെന്റ് നടത്തുന്നു, അത് ഒബ്സർവ് ചെയ്യും. ആൻഡ് വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ. നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ നടത്തി ഒരു തത്വം കണ്ടെത്തി കഴിഞ്ഞാൽ
അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണ കഥ. ഈ ആപ്പിൾ വീഴുന്നത് വരെ ആരും തന്നെ എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് വസ്തുക്കൾ താഴേക്ക് വീഴുന്നത് ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണ സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് താഴെ വീഴുന്നു? മുമ്പ് ഒരുപാട് ആളുകൾ ആപ്പിളും തേങ്ങയും മാങ്ങയും ഒക്കെ തന്നെ ആളുകളുടെ തലയിൽ വീണിട്ടുണ്ട്, താഴോട്ട് വീണിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ അതെന്താണെന്ന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിച്ചില്ല. അവരെടുത്ത് കഴിക്കുകയോ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്ന ആദ്യം ഒബ്സർവേഷൻ ആണോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒബ്സർവേഷൻ നടന്നു. വീണ്ടും അദ്ദേഹം പല രീതിയിൽ ഇങ്ങനെ എക്സ്പെരിമെന്റേഷൻസ് നടത്തി. അങ്ങനെ എക്സ്പെരിമെന്റേഷൻ നടത്തി അദ്ദേഹം കണ്ടെത്തി ഭൂമിയിലെ എല്ലാ വസ്തുക്കളും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു തിയറി ഡെവലപ്പ് ചെയ്തു. ആ തിയറിയുടെ പേര് ഗ്രാവിറ്റേഷൻ തിയറി. ആ ഗ്രാവിറ്റേഷൻ തിയറി പറയുന്നത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഗതി താഴേക്ക് തന്നെ വരുന്നത്, മറ്റൊരു സ്ഥലത്തേക്ക് പോകാത്തത്. അപ്പൊ അതാണ് പറഞ്ഞത്, അതൊരു സയൻസ് ആണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ തിയറി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അത് നമ്മുടെ ഭൂമിയിൽ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഒരു ശാസ്ത്രത്തിന്റെ പ്രധാന ഫീച്ചേഴ്സ്? ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. രണ്ട്, പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓഫ് എക്സ്പെരിമെന്റേഷൻ. മൂന്ന്, യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇപ്പം ശാസ്ത്രത്തിന് നിങ്ങൾ ഇപ്പൊ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ് വരെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ തന്നെ കൃത്യമായ നോളജ്. ഇപ്പൊ 1ാം ക്ലാസ് മുതൽ നിങ്ങൾ ശാസ്ത്രം പഠിച്ചു തുടങ്ങുകയാണ്. അത് 10ലും 11ലും 12ലും ഡിഗ്രിയിലും PGയിലും ഒക്കെ തന്നെ പഠിക്കുന്നത് ഫിസിക്സ് തന്നെ, അല്ലെങ്കിൽ കെമിസ്ട്രി തന്നെ. അപ്പൊ അതിന് കൃത്യമായ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജും അതിന്റെ ബുക്കുകളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ടാണ് 1ാം ക്ലാസ് മുതൽ റിസർച്ച് ലെവൽ വരെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ കൃത്യമായ ബോഡി ഓഫ് നോളജ്. ഈ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, ഇതിന്റെ ഓരോ തത്വങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു തത്വം, ആ ഗ്രാവിറ്റി തിയറി എന്ന തത്വം എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒബ്സർവ് ചെയ്തു, പിന്നെ വീണ്ടും എക്സ്പെരിമെന്റ് നടത്തി, അതിന് വീണ്ടും ഒബ്സർവ് ചെയ്തു, അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഒരു ഫീച്ചറാണ്. ഇനി മൂന്നാമത്തത് യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. എന്താണ് യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ? ശാസ്ത്രത്തിന്റെ ഒരു തത്വം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ തത്വം ലോകത്ത് എവിടെയും, പ്രത്യേകിച്ച് ഭൂമിയിൽ എവിടെയും അത് നമുക്ക് ഒരു വാലിഡിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലും ഒരു വസ്തു മുകളിൽ നിന്ന് വീണാൽ താഴേക്ക് തന്നെയാണ് വരുന്നത്. പാകിസ്ഥാനിലായാലും അമേരിക്കയിലായാലും ഒക്കെ തന്നെ താഴോട്ട് തന്നെയാണ് വരുന്നത്. കാരണം അവിടെ ഒക്കെ തന്നെ ഭൂമിയാണ്. അപ്പൊ ഭൂമി അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു എന്നത് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ തന്നെയാണ്. അതിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്തിനുമുണ്ട്? മാനേജ്മെന്റിനുണ്ട്. ഈ 3 കാര്യങ്ങളും മാനേജ്മെന്റിനുള്ളത് കൊണ്ട് മാനേജ്മെന്റിനെയും നമുക്ക് എന്ത് പറയാം? ആസ് എ സയൻസ്. ഈസ് എ സയൻസ് എന്ന് പറയുന്നത് കാരണം ഇതൊരു ശരിക്കും എക്സാക്ട് സയൻസ് അല്ല, ഒരു സോഷ്യൽ സയൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ പ്രൊഫഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തെ പോലെയാണ് എന്നാണ് മൂന്നാമത്തെ വ്യൂ. ഇനി നാലാമത്തെ വ്യൂ എന്ന് പറയുന്നത്, നാലാമത്തെ വ്യൂ എന്തായിരുന്നു? മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷനാണ്. മാനേജ്മെന്റ് ആണ് ഒരു പ്രൊഫഷനെ പോലെയാണ് മാനേജ്മെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷൻ? ഇപ്പൊ നിങ്ങൾ +1 കൊമേഴ്സ് ക്ലാസ്സിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ 3 ആക്കി തിരിക്കാം. ഏതൊക്കെയായിരുന്നു 3? ഒന്ന് എംപ്ലോയ്മെന്റ്, 2 പ്രൊഫഷൻ, 3 ഒന്ന് എംപ്ലോയ്മെന്റ്, 2 പ്രൊഫഷൻ, മൂന്നാമത്തെ എന്തായിരുന്നു? എംപ്ലോയ്മെന്റ്, പ്രൊഫഷൻ, പിന്നെ ബിസിനസ്. യെസ്, ഗുഡ്. ഏതൊക്കെയാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ആദ്യം നമ്മൾ 2 ആയിട്ട് തിരിച്ചു. അതില് ഒന്ന് ഫിനാൻസ് ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. രണ്ടാമത് ഫിനാൻസ് ആഗ്രഹിക്കാതെ ചെയ്യുന്ന പ്രവർത്തനമാണ്, അതിന് പറയുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ്. അങ്ങനെ വീണ്ടും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയെ 3 ആയിട്ട് തിരിച്ചു. ആ 3 ഞാനിപ്പോ പറഞ്ഞ പ്രൊഫഷനും എംപ്ലോയ്മെന്റും ബിസിനസ്. അപ്പോ
അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മൂന്നിലെയും ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ ഫീച്ചേഴ്സും എംപ്ലോയ്മെന്റിന്റെ ഫീച്ചേഴ്സും പ്രൊഫഷന്റെ ഫീച്ചേഴ്സും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈസ് എൻ ഓക്യുപ്പേഷൻ. പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാണ്. അപ്പോൾ ഇവിടെ നോക്കാം, പ്രൊഫഷൻ ഈസ് എൻ ഓക്യുപ്പേഷൻ എസ്പെഷ്യലി വൺ റിക്വയറിംഗ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ ട്രെയിനിങ്. ഒരു സാധാരണ തൊഴിലല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രത്യേകമായ പരിശീലനവും ലഭിച്ച ആൾക്ക് മാത്രമേ ഒരു പ്രൊഫഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ, ഇതൊക്കെ പ്രൊഫഷനാണ്. ലോയർ, എല്ലാം പ്രൊഫഷനാണ്. അപ്പൊ ആ പ്രൊഫഷനിലേക്ക് അവർ എത്തണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചില സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടാവും, സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടാവും, നോളജ്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷത്തിൽ പഠിച്ചാണ്, ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഫഷൻ ആവും. ഇനി നോക്കൂ, പ്രൊഫഷൻ ഇസ് എൻ ഓക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് എൻട്രീസ് റെഗുലേറ്റഡ് ബൈ എ റെപ്രസെന്റേറ്റീവ് ബോഡി. ഒരു പ്രൊഫഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നോളജ് വേണം, വിദ്യാഭ്യാസം വേണം, ട്രെയിനിങ് വേണം. ഇതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷനിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പെട്ടെന്ന് ചാടി കയറി എൻട്രി ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷനിലേക്ക് പറ്റില്ല. ഉദാഹരണമായിട്ട് LLB പഠിച്ച ഒരാൾ, LLB പഠിച്ച ഒരാൾക്ക് ലോയർ ആവണമെങ്കിൽ ആ ഒരു സംഘടനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ LLB പാസ്സായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള അതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ പറ്റുള്ളൂ. ഇനി മെഡിസിൻ, അപ്പോൾ മെഡിസിൻ MBBS പഠിച്ച് അതിന്റെ കൃത്യമായി അവരുടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ MBBS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA എന്ന് പറയുന്ന സംഘടനയിലെ മെമ്പർഷിപ്പ് ലഭിക്കുകയും. അപ്പൊ ആരെയും പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൊഫഷനിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ അയാൾക്ക് നോളജും വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അയാൾ ആ ഒരു സംഘടനയിലേക്ക്, ആ പ്രൊഫഷണൽ അസോസിയേഷനിലേക്ക് എൻട്രി ചെയ്യുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ആവശ്യമായ യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ അതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം അത് കൊണ്ട് ഇതും എന്തുപോലെയാണ്, ഇതെല്ലാം ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഒരു പ്രൊഫഷനെ പോലെയാണെന്ന് പറയാം. ഇനി ഒന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു പ്രൊഫഷണൽ ഫീച്ചേഴ്സ്: ഒന്ന്, സ്പെഷ്യലൈസ്ഡ് നോളജ്, ഞാൻ പറഞ്ഞു, റെസ്ട്രിക്റ്റഡ് എൻട്രി. 3, പ്രൊഫഷണൽ അസോസിയേഷൻ. 4, എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. 5, സർവീസ് മാർഗം. ഈ 5, ഒന്ന് സ്പെഷ്യലൈസ്ഡ് നോളജ്, പ്രത്യേകമായ അറിവ് ഉള്ള വ്യക്തിക്ക് പ്രൊഫഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. 2, എൻട്രി പെട്ടെന്ന് ചാടി ചെല്ലാനായിട്ട് പറ്റുന്നതല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. 3, പ്രൊഫഷണൽ അസോസിയേഷനിൽ നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന ആള് അംഗമായിരിക്കണം. അപ്പം ഒരു ഡോക്ടറായിട്ട് വരുന്ന ആള് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലേക്ക് അംഗത്വം എടുത്താൽ തന്നെ അയാൾക്ക് അതിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പ്രൊഫഷണൽ അസോസിയേഷൻ. ഇനി എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. എന്താണ് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ? ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഒരു പ്രൊഫഷണൽ അംഗമായ വ്യക്തി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ്. ഇതാണ് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഇതും പ്രൊഫഷൻ. ഇനി സർവീസ് മോട്ടീവ്. എന്താ സർവീസ് മോട്ടീവ്? വെറും പണം ലഭിക്കുക എന്നത് മാത്രമായിരിക്കില്ല ഒരു പ്രൊഫഷണൽ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം സർവീസ് ഓറിയന്റഡ് ആയിട്ട് കൂടിയായിരിക്കും പണം ലഭിക്കും. അതോടൊപ്പം തന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു പ്രൊഫഷന് വേണ്ട മിനിമം ഫീച്ചേഴ്സ് ആണ്. അത് ഈ 5 ഫീച്ചേഴ്സും ഒരു പ്രൊഫഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റിന് ഇതെല്ലാം ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. മാനേജ്മെന്റ് അസോസിയേഷനിൽ എത്തണമെങ്കിൽ അതിന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ അതിന് ഉണ്ട്. എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ഇത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? സർവീസ് മോട്ടീവാണ്. അപ്പൊ ഈ 5 കാര്യങ്ങളും പ്രൊഫഷനിലുള്ള ഈ 5 കാര്യങ്ങളും മാനേജ്മെന്റിലും ഉള്ളത് കൊണ്ട്, പ്രൊഫഷനിലുള്ള ഈ 5 കാര്യങ്ങളും മാനേജ്മെന്റിലും ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക്, അതായത് മാനേജ്മെന്റ് നമുക്ക് എന്ത് കൂടി വിളിക്കാം? മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് വിളിക്കും. അപ്പോൾ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേച്ചറാണ്. ആ നേച്ചറിൽ
മൂന്ന് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു മൂന്ന് വ്യൂ എന്ന് പറയുന്നത്? ഒന്ന് മാനേജ്മെന്റ്, ആർക്കാണ്. രണ്ട് സയൻസ് ആണ്. മൂന്ന് പ്രൊഫഷനാണ്. അപ്പോൾ ഈ മൂന്നും എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ എസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്താണ്? ഇനി അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റിനെ വ്യൂസ്, ഏതൊക്കെ വ്യൂസിലൂടെ മാനേജ്മെന്റിനെ കാണാം? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒന്ന് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, രണ്ട് ആസ് എ സയൻസ്, മൂന്ന് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ ഈ മൂന്നിന്റെയും ഫീച്ചേഴ്സ്, ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് എടുത്ത് എഴുതുന്നു. ഇത് മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്തതായതുകൊണ്ട് അതിലുള്ളത് കൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെയും പറയാമെന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ അതിന് ആവശ്യമായ മാർക്ക് നമുക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും എക്സാക്ട് അല്ല എന്ന് കൂടി മനസ്സിൽ ഓർക്കേണ്ടതായിട്ടും. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഏതാണ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് മൂന്ന് തലങ്ങൾ. മാനേജ്മെന്റ് എത്ര തലങ്ങളാണ്? മൂന്നോളം തലങ്ങളാണ് മാനേജ്മെന്റിലുള്ളത്. ഇത് നിങ്ങളൊരു ചിത്രമായിട്ട്, ഒരു പിരമിഡ് ആയിട്ട് ഒന്ന് വരച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ മാനേജ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് മൂന്ന് ലെവലാണ്. ഏതൊക്കെയാണ് മൂന്ന് ലെവല്? ഒന്ന് ടോപ്പ്, രണ്ട് മിഡില്, മൂന്ന് ലോ ലെവൽ. പിന്നെ ഓപ്പറേഷൻ ലെവൽ എന്ന് കൂടി പറയാറുണ്ട്. അപ്പൊ മാനേജ്മെന്റിനെ നമുക്ക് മൂന്ന് ലെവലിലേക്ക് ആക്കി തിരിക്കാവുന്നതാണ്. ഒന്ന് ഏറ്റവും ടോപ്പിൽ ഉള്ള മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, താഴെയുള്ള ലോവർ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ, അതും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സ്. അപ്പോൾ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു പിരമിഡ് വരച്ച് വെക്കുക. ഏറ്റവും മുകളിലേക്ക് വരുന്നത് ടോപ്പാണെന്ന് അറിയാം, നടുക്ക് വരുന്നത് മിഡിലാണ്, പിന്നെ വരുന്നത് ലോവർ. ലോവറിന്റെ വേറെ രണ്ട് പേര് കൂടി ഞാൻ പറഞ്ഞിരുന്നു. ലോ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്, പിന്നെ എന്താണ് ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് എന്നും പറയും. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഒന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ് ലൈക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, പ്രസിഡന്റ്, എക്സെട്ര. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നയങ്ങളും മറ്റും പ്ലാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള മാനേജ്മെന്റിനെയാണ് ടോപ്പ് ലെവൽ മാനേജർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, പ്രസിഡന്റ്, അതുപോലെ തന്നെ സിഇഒ, MD, ഇവരെല്ലാവരും തന്നെ ടോപ്പ് ലെവലിൽ വരുന്ന. ഇനി ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ ബിസിനസിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഓണർ തന്നെയാണ്. ഇപ്പൊ കമ്പനി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഷെയർ എടുത്ത ആളുകൾ എല്ലാവരും അതിന്റെ ഓണറാണ്. അപ്പോൾ ഓണേഴ്സിനോട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നേരിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഈ മേജർ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഡിസിഷൻ മേക്കിംഗ്, മേജർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്ന ആരായിരിക്കും? ഈ ടോപ്പ് ലെവല് മാനേജ്മെന്റ് ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നാമത് മൂന്ന് തരം മാനേജ്മെന്റ് ഉണ്ടെന്നാണ്. അതിലൊന്ന് ടോപ്പ് ലെവലാണ്, രണ്ട് മിഡിൽ ലെവലാണ്, മൂന്ന് ലോവർ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ, അതും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ അവരുടെ ഫംഗ്ഷൻസ്, അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. ഒന്ന് എന്താണ്? ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന്. മൂന്ന് ഒബ്ജക്റ്റീവ്, ഒരു ബിസിനസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്, ഒന്ന് പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്, ഒന്ന് എന്തൊക്കെയായിരുന്നു? പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, പിന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്, പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ. അങ്ങനെ മൂന്ന് ഒബ്ജക്റ്റീവ്. ഈ മൂന്ന് ഒബ്ജക്റ്റീവില് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. കൂടാതെ മെയിൻ ഓവറോൾ പ്ലാൻസ് ആൻഡ് പോളിസീസ്.
ഒരു സ്ഥാപനത്തിന്റെ പദ്ധതികൾ അതുപോലെ തന്നെ നയങ്ങൾ രൂപീകരിക്കേണ്ടത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ 5 6 അല്ലെങ്കിൽ 3 4 5 ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപനത്തിന് വരുന്നതിനനുസരിച്ചുണ്ടാവും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഹെഡ് ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻസ് മാനേജർ ആണെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ആയിട്ട് നിൽക്കുന്നത് ഫിനാൻസ് മാനേജർ ആയിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹെഡ് ആയിട്ട് നിൽക്കുന്നത് HR മാനേജർ ആയിരിക്കും. അപ്പൊ അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. നാലാമതായിട്ട് കോഓർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 5 6 4 ഡിപ്പാർട്ട്മെന്റുകളിലെ ഏകോപനം നടത്തണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരാളുടെ പ്രവർത്തനത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മറ്റു ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ റോ മെറ്റീരിയൽസ് വാങ്ങിയാൽ മാത്രമേ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റൂ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇന്റർ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെ ഓരോരുത്തരെയും ഡിപ്പാർട്ട്മെന്റിലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുക എന്നതും ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഫംഗ്ഷനാണ്. ഇനി നെക്സ്റ്റ് എന്താണ് നോക്കിയേ? 5ാമത് അപ്പോയിന്റിംഗ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജർ ആണ് മിഡിൽ ലെവൽ മാനേജർ ആയ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെയൊക്കെ തന്നെ നിയമിക്കേണ്ടത്. പിന്നെ ബിൽഡിംഗ് ഗുഡ് റിലേഷൻ വിത്ത് ഔട്ട്സൈഡേഴ്സ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഔട്ട്സൈഡേഴ്സുമായി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് പുറത്തു നിൽക്കുന്ന തേർഡ് പാർട്ടീസുമായിട്ട് ഏറ്റവും നല്ല ബന്ധം നമ്മൾ പുലർത്തണം. സമൂഹവുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തണം. അപ്പൊ ഇങ്ങനെ പുലർത്തുന്നതിന് ആവശ്യമായ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യേണ്ടത്, ആ ഒരു സംവിധാനം ഒരുക്കേണ്ടത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇനി ലാസ്റ്റ് എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. നമ്മുടെ കോർഡിനേഷൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനാണ്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യേണ്ട ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ശ്രദ്ധിച്ചോളണം. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ഓവറോൾ പ്ലാൻ ആൻഡ് പോളിസി സെറ്റ് ചെയ്യുന്നു, ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, പിന്നെ കോർഡിനേഷൻ കൺട്രോളിംഗ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യും കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജേഴ്സിനെ നിയമിക്കുന്നു. പിന്നെ ഗുഡ് റിലേഷൻ ഔട്ട്സൈഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കുന്നു. പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റികളും സ്ഥാപനത്തിലെ ഒരുപാട് ലഭ്യമാർന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇതിനെയൊക്കെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതും ഈ വിഭാഗത്തിന്റെ കടമയാണ്. ഇനി രണ്ടാമത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഏതാണ് മിഡിൽ ലെവൽ? മധ്യത്തിലുള്ള മാനേജ്മെന്റ്. നോക്കൂ, ഇത് ഇൻക്ലൂഡ്സ് വേരിയസ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ലൈക്ക് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ എക്സെട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ടോപ്പ് ലെവൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മിഡിൽ ലെവലാണ് പറയുന്നത്. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളുകൾ ഇല്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അത് ആകെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ മാത്രമായിരിക്കും മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്? മാർക്കറ്റിംഗ് പറഞ്ഞു, ഫിനാൻസ് പറഞ്ഞു, പിന്നെ പർച്ചേസ് പറഞ്ഞു, പിന്നെ HR പറഞ്ഞു. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജറായിരിക്കും. ഉദാഹരണമായിട്ട് ഫിനാൻസ് മാനേജർ നിങ്ങളോട് ചിലപ്പം ഉദാഹരണമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണ്? മിഡിൽ ലെവൽ മാനേജർ എന്ന് പറയുമ്പോൾ പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെ ആ ഹെഡുകൾ മാത്രം. ഇനി റെസ്പോൺസിബിലിറ്റി ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഇവർക്ക് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോടാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ they will concentrate only in their own departments. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പം HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആ ഒരു ഏരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
പക്ഷെ ടോപ്പ് ലെവൽ മാനേജറായ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ പ്രസിഡന്റ്, അദ്ദേഹം മൊത്തത്തിൽ സ്ഥാപനത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവര് അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മിഡിൽ ലെവൽ മാനേജർ അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ മാത്രം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് ആണല്ലോ പോളിസിയും പ്ലാനും ഗോളൊക്കെ തന്നെ സെറ്റ് ചെയ്യുന്നത്. ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിൽ വരുത്തുക എന്നതാണ് ഇവരുടെ പണി. ശ്രദ്ധിച്ചോളണം, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുക. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാനും ഒബ്ജക്റ്റീവും പോളിസീസും ഒക്കെ തന്നെ നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താകും? ഇൻഫോർമിംഗ് ലോവർ ലെവൽ മാനേജേഴ്സ് അബൌട്ട് പോളിസീസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മുടെ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പോളിസീസ് എന്താണ് എന്ന് ലോവർ ലെവൽ മാനേജേഴ്സിന് അറിയും. അത് ആരാണ് കൊടുക്കേണ്ടത്? അത് അറിയിച്ചു കൊടുക്കേണ്ട, ആ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇനി മൂന്നാമതായിട്ട് ഡിസൈനിങ് ദെയർ ഓൺ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാംസ്. ഇപ്പം നേരത്തെ പോളിസിയും പ്ലാനൊക്കെ ഉണ്ടാവും, എങ്കിലും ഇവരെ ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് മാനേജർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. അവർ നേരത്തെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അത് റീഡിസൈൻ ചെയ്ത് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇവർക്കാണ്. ഇനി ചിലപ്പോൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഇവർ ഡിസൈൻ ചെയ്താൽ മതി. ഇനി ഗിവ് റാപ്പോ ടു ടോപ്പ് ലെവൽ. ടോപ്പ് ലെവൽ മാനേജർ ഇപ്പൊ നമുക്കറിയാം വളരെ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ ബിസിനസ് അല്ലെങ്കിൽ അതിന്റെ ഗോൾ കൃത്യമായിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഗിവ് റാപ്പോ ടു ടോപ്പ് ലെവൽ. ടോപ്പ് ലെവലുമായിട്ട് ഉയർന്ന മാനേജ്മെന്റുമായിട്ട് നല്ല റാപ്പോ, നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ റിപ്പോർട്ട് ടോപ്പ് ലെവൽ റിപ്പോർട്ട് കൊടുക്കണം. ഈ റിപ്പോർട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് നടന്നിരിക്കുന്നത്, ആ നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖാപരമായിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ ഇങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകള് ഹയർ ഡിപ്പാർട്ട്മെന്റ് അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിർദ്ദേശങ്ങളല്ല, ഈ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വൺ, മോട്ടിവേറ്റ് ലോവർ ലെവൽ മാനേജേഴ്സ്. ഇപ്പം ലോവർ ലെവൽ മാനേജേഴ്സ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് അടക്കമുള്ള ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സ്, ആ ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലെ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് യൂണിറ്റിയോട് കൂടി പ്രവർത്തിക്കണമെന്നും അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്നെന്ന നേട്ടങ്ങൾ നമുക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊരു അഭിപ്രേരണ, അവരിലൊരു താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ഞാൻ ഒന്നുകൂടി പറയാം. ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, ഇൻഫോർമിംഗ് ലോവർ ലെവൽ മാനേജേഴ്സ് അബൌട്ട് പോളിസീസ് ഓഫ് ഓർഗനൈസേഷൻ, ഡിസൈനിങ് their own department programs, പിന്നെ give rapport and report to top level, പിന്നെ motivate lower level managers. ഇത്രയും 1 2 3 4 5 ഫങ്ഷൻസ് ആണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ഉള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഫംഗ്ഷൻ ചിലപ്പോൾ പരീക്ഷയിലായിരിക്കും ചോദിക്കുന്നത് മാനേജ്മെന്റ് ലെവൽ ഏതൊക്കെയാണ്, ഇനി ആ ലെവലിന്റെ ഓരോ ലെവലിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ 2 ലെവലാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ഇത് 2 പേര് കൂടി ഞാൻ പറയുന്നു. ഒന്ന് ലോ ലെവൽ എന്ന് പറയും, 3 ഓപ്പറേഷൻ ലെവൽ എന്ന് പറയും. നോക്കാം എന്താണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താഴെയുള്ള മാനേജ്മെന്റ് ആണ് എന്ന്. അപ്പം ആൾസോ കോൾഡ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഇൻക്ലൂഡ് ഫോർമാൻ, സൂപ്പർവൈസർ, സെയിൽസ് ഓഫീസേഴ്സ്, ഫിനാൻസ് ഓഫീസേഴ്സ്, അക്കൗണ്ട്സ് ഓഫീസേഴ്സ്. അപ്പം ചിലപ്പം
ഉദാഹരണം ചോദിക്കും ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ. അപ്പൊ ഇതിന് പേരിടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് വലിയതാണൊക്കെ തോന്നും, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഇൻക്ലൂഡ് ഫോർമാൻ. ഒരു കമ്പനിയിലെ ഫോർമാൻ എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. പിന്നെ സൂപ്പർവൈസർ, സെയിൽസ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, ഇവരെല്ലാവരും വരുന്നത് ഈ ലോവർ ലെവൽ മാനേജ്മെന്റിലാണ്. ഇനി ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ടച്ച് വിത്ത് വർക്കേഴ്സ്. അപ്പം ഈ മാനേജ്മെന്റ് മാത്രം പോരല്ലോ സ്ഥാപനത്തില് ജോലിക്കാർ വേണ്ട, വർക്കേഴ്സ് വേണ്ട. ആ വർക്കേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന മാനേജ്മെന്റ് ആണ് ഏത് മാനേജ്മെന്റ്? ഈ ഏറ്റവും താഴെ ഉള്ള ലോവർ ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ലോ ലെവൽ മാനേജേഴ്സ്, അതുമല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സ്. പ്ലാൻ ഡേ ടു ഡേ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നടക്കേണ്ട പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. ഓവറോൾ പ്ലാനിങ് ആൾറെഡി നടന്നിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ടാവും, ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്ന് നടക്കേണ്ട പ്രവർത്തനം, ഉദാഹരണമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നാളെ എത്ര ബിൽഡിങ്ങുകളിൽ എത്ര ഭാഗങ്ങളിൽ പ്ലാസ്റ്ററിംഗ് നടക്കണം, അല്ലെങ്കിൽ പെയിന്റ് അടിയാണെങ്കിൽ എത്ര ഭാഗങ്ങളിൽ നടത്തണം, അതിന് എത്ര പണിക്കാർ വേണം എന്ന് ഒക്കെ കൃത്യമായിട്ട് ഡേ ടു ഡേ അഫയേഴ്സ്, ഡേ ടു ഡേ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. പിന്നെ ഫിക്സിംഗ് ജോബ് ഫോർ ഈച്ച് വർക്കർ. ഓരോ വർക്കർക്കും എന്ത് ജോബ് നൽകണം. ഇപ്പം ഒരാള് ഞാൻ നേരത്തെ പറഞ്ഞു പെയിന്റിങ്. ഇപ്പൊ പെയിന്റിങ് നടക്കുന്ന പെയിന്റർ ആയിട്ടുള്ള വ്യക്തിക്ക് എത്ര ഏരിയ ആണ് കൊടുക്കേണ്ടത്, അയാൾക്ക് ഏത് തരം പെയിന്റിങ്, അയാൾ പെയിന്റിങ് പല ടൈപ്പ് ഉണ്ട്, അയാൾക്ക് പറ്റിയത് ഏതാണ്, അതിന്റെ എക്സ്പെർട്ട് ഏതാണ്, അതിനനുസരിച്ചായിരിക്കണം അയാൾക്ക് ജോബ് ഫിക്സ് ചെയ്യും. ഇനി അനലൈസ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അവരവരെ തോന്നണ പണിയെടുക്കണ്ടല്ലോ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ആർക്ക് പറ്റണം? ഈ മാനേജേഴ്സിന്, ലോവർ ലെവൽ മാനേജേഴ്സിന് കഴിയണം. അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് പല ബിസിനസ്സിലും പലപ്പോഴും നമുക്ക് എന്ത് വരുന്നത്, നഷ്ടങ്ങൾ വരുന്നത്. അപ്പം സൂപ്പർവൈസേഴ്സ് ആയിരിക്കുന്ന ലോവർ ലെവൽ മാനേജേഴ്സ് കൃത്യമായിട്ട് വർക്കേഴ്സിനെ മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ടൈമിനെ മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഗോൾ അറ്റൈൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പം അനലൈസ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു. ട്രാൻസ്ഫറിംഗ് സജഷൻസ് ആൻഡ് കംപ്ലൈന്റ്സ് ഓഫ് വർക്കേഴ്സ് ടു ടോപ്പ് ലെവൽ. ഇപ്പം വർക്കേഴ്സിന് ചില കംപ്ലൈന്റുകൾ ഉണ്ടാവും. എന്താണ്? അവർ വർക്ക് ചെയ്യുന്ന ഒരു ആ മേഖലയിൽ അവരൊരു റൂമിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഫാക്ടറിയിൽ. അവിടെ ആവശ്യമായ സൗകര്യങ്ങളില്ല, ഫാനില്ല, ലൈറ്റില്ല, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ. അതല്ലെങ്കിൽ വേറെ തൊഴിലാളികൾ വൈകി വരുന്നു, ചില ആളുകൾ നേരത്തെ വരുന്ന വൈകി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ. അതുപോലെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം ശമ്പളമൊക്കെ കൂട്ടി കൊടുക്കണം, അതുപോലെ തന്നെ ബോണസ്, ഓണമൊക്കെ വരികയാണ്, ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്ര ശതമാനം ബോണസ് തരണം. ഇതൊക്കെ ഒരു താഴെക്കിടയിലുള്ള ഒരു വർക്കർ നേരിട്ടായിരിക്കില്ല ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കുന്നത്. അത് ആരിലേക്ക് എത്തണം? ഈ വർക്കർ ലോവർ ലെവൽ മാനേജ്മെന്റിന് കൊടുക്കുന്നു, ലോവർ ലെവൽ മാനേജ്മെന്റ് അത് മിഡിലിന് കൊടുക്കുന്നു, അത് ടോപ്പിലേക്ക് പോകുന്നു. അതാണ് ട്രാൻസ്ഫറിംഗ് സജഷൻസ്. സജഷൻസ് ഉണ്ടാവും, കംപ്ലൈന്റ് ഉണ്ടാവും, അവർ ആവശ്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൊടുക്കേണ്ട ഒരു ഫംഗ്ഷനും ആർക്കുണ്ട്? ഇവർക്കുണ്ട്. ഇനി ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പൊ മാനേജർ, മിഡിൽ ലെവൽ മാനേജറും വർക്കറും, ഏറ്റവും താഴെ വരുന്നതാണ് വർക്കേഴ്സ്. ഇപ്പൊ വർക്കേഴ്സും അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റും തമ്മിലുള്ള ലിങ്ക് ആയിട്ട് ഇതിനെ പ്രവർത്തിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ശരിക്കും ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റും ടോപ്പ് ലെവൽ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ആര് പ്രവർത്തിക്കേണ്ടത്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തിക്കേണ്ടത് ഈ ലിങ്ക് ബിറ്റ്വീൻ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജർ അതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജർ ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ട്, അതുപോലെ തന്നെ വർക്കേഴ്സും ഇവരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു മാധ്യമമായിട്ട്, ഒരു മീഡിയ ആയിട്ടും ആര് പ്രവർത്തിക്കാനാണ്?
ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും സമയമായിട്ട് ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞതായിരുന്നു ഇന്നത്തെ ഇതിൽ ആദ്യം പറഞ്ഞത് വ്യൂസ് ആയിരുന്നു അല്ലേ? നേച്ചറിൽ 3 വ്യൂസ്. ഏതൊക്കെ വ്യൂസ്? ഒന്ന് മാനേജ്മെന്റ് എസ് എൻ ആർട്ട്, 2 എസ് എ സയൻസ്, 3 എസ് എ പ്രൊഫഷൻ. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് 3 എണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു പിരമിഡ് കാണിച്ചു തന്നു. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിക്കും. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു. മാനേജ്മെന്റ് എന്താണ്? ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്, പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഇത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1 പ്ലാനിംഗ് ആണ്, 2 ഓർഗനൈസിംഗ് ആണ്, 3 സ്റ്റാഫിംഗ് ആണ്, ഡയറക്റ്റിംഗ് ആണ്, കൺട്രോളിംഗ് ആണ്. ഇത് കൊമേഴ്സ് പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ജീവിതകാലം മുഴുവൻ ഈ ഒരു സംഗതി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കണം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 5 കാര്യമാണ്. അതിങ്ങനെ തന്നെ പറയണം. ഇതൊരു പ്രോസസ് ആയതുകൊണ്ട് ആദ്യം പ്ലാനിങ് പറഞ്ഞ് പിന്നെ കൺട്രോളിംഗ് പറഞ്ഞ് ഡയറക്റ്റിംഗ് അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ തന്നെ പറയണം. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഇത് നിങ്ങൾക്ക് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഏരോ മാർക്ക് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കി ഇങ്ങനെ കൊണ്ടുപോയാൽ കൃത്യമായിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു പ്രോസസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. അപ്പോൾ ഈ 5 എണ്ണത്തിനെയും ഓരോന്നിനെയും നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിംഗ്, ഓരോ ചാപ്റ്റർ ആയിട്ട് വിശദമായിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് ഇതെന്താണെന്ന് ഇതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് 5 എണ്ണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ഓരോ പാഠമായിട്ട് തന്നെ വിശദമായിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് എന്താണ് അതിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ടതില്ല. ആ സമയത്ത് പോകാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത് കോർഡിനേഷൻ. ഇപ്പോൾ ഈ ഒരു 5 എണ്ണമാണ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് എങ്കിലും ഒരു ഫങ്ഷൻ കൂടി ഉണ്ട്. അതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എന്ന് പറയുന്നത് എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എസൻസ് ആണ്. അത് വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അതായിരിക്കും 4ാമത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ആ 4ാമത്തെ എപ്പിസോഡ് കൂടി കഴിയുന്നതോട് കൂടിയിട്ട് 1ാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന പാഠം തന്നെ അവസാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ യൂട്യൂബിൽ വ്യൂ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട്. പലരും പൂർണ്ണമായിട്ട് കാണുന്നില്ല. അപ്പൊ നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു തമാശ വീഡിയോ അല്ലെങ്കിൽ ഒരു കോമഡി അതല്ലെങ്കിൽ മറ്റൊരു പരിപാടി കാണുമ്പോൾ കുറച്ച് സമയം കണ്ട് നിങ്ങൾ അതിന് വിടുകയാണ്. പക്ഷെ ഇത് അതുപോലെ കാണരുത്. ഇത് പൂർണ്ണ സമയം കണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ട് അതിനിടയ്ക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. നോട്ടിൽ എഴുതിയെടുക്കണം. ഈ സാധനം ചിലപ്പോൾ കുറച്ചങ്ങനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നോട്ട് അടക്കം എഴുതിയിട്ട് പൂർണ്ണമായിട്ടും കണ്ടിട്ട് തന്നെ ഇത് പഠിക്കണം. കോവിഡിന്റെ കാലഘട്ടമാണ്. നമുക്ക് ഒരുപാട് തിരക്ക് പിടിച്ച് പാഠങ്ങൾ തീർക്കേണ്ടതായിട്ട് ഒരുപക്ഷെ വരും. അധിക സമയം പാഠം തീർക്കാൻ കിട്ടില്ല. അപ്പൊ സ്പീഡിലായിരിക്കും പലപ്പോഴും അധ്യാപകർ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാരപ്പുറം സ്കൂൾ കുട്ടികൾ മാത്രമല്ല, യൂട്യൂബ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ കുട്ടികളും ഇത് കാണുക. ഇതൊരു നോട്ട് ബുക്ക് തന്നെ എഴുതുന്നത് വെച്ചോളൂ. ആ നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് ഇതെല്ലാം എഴുതി വെച്ച് മുന്നോട്ട് പോകുക. ഒരു സംശയം വേണ്ട. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ലൈവ് സബ്ജക്റ്റ് ആണ്. ലൈവ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ നമുക്ക് കഴിയും. നിങ്ങൾ നോക്കൂ, ഈ 3 എപ്പിസോഡും നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട്
ഈ എപ്പിസോഡ് ഓരോ എപ്പിസോഡ് കാണുക. ഇനി ഇതാദ്യമായിട്ട് കാണുന്നവർ 1ഉം 2ഉം നിർബന്ധമായിട്ട് കാണണം. അങ്ങനെ നോട്ടെല്ലാം എഴുതിക്കൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു മറ്റു വീഡിയോ പോലെ നിങ്ങൾ ഇതിനെ കാണരുത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡ് ഇടുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ വരണം നിങ്ങളുടെ മൊബൈലിൽ. അങ്ങനെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മറ്റേത് വീഡിയോ നിങ്ങൾ കണ്ടാലും കിട്ടുന്നതിനേക്കാൾ ഗുണം നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിലൂടെ കിട്ടുമെന്നതിൽ ഒരു സംശയം ആർക്കും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ എന്റെ യൂട്യൂബ് ചെക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികളായിരിക്കാം, ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഊർജം പകരും. കൂടുതൽ ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ഈ വർഷം മുതൽ സെക്കൻഡ് ഇയറിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു.